അപ്പൊ നമ്മുടെ ഷാഫിക്ക് ഇതിനെപ്പറ്റി എന്താ ഷാഫി പറയാനുള്ളത്? ഇസ്ലാമിൽ ഒരു സ്ത്രീയെ തലാക്ക് ചെയ്താൽ ആ സ്ത്രീയെ ആ പുരുഷന് വീണ്ടും നിക്കാഹ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കടമ്പയാണ് ആ സ്ത്രീയും ആ പുരുഷനും കിടക്കേണ്ടത്? എന്തൊക്കെയാണ് ആചാരങ്ങളുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ ഷാഫി? നിയമങ്ങളും പവിത്രമായിട്ടാണ് വിവാഹബന്ധത്തെ ഇസ്ലാം കാണുന്നത്. വെറുതെ തോന്നിയ പോലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അല്ല, റെയറായിട്ടെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല സംഭവം എന്തോ? അല്ല, വിവാഹമോചനം നടക്കുന്നതെന്ന് പറഞ്ഞാലേ പിന്നീട് ആ പെണ്ണിനെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമല്ല. അതിപ്പോ ഇസ്ലാമിൽ നിന്നല്ല, ഏത് മതത്തിലും ഇപ്പൊ അല്ല, ക്രൈസ്തവരിലും അത് അങ്ങനെ വിവാഹമോചനം തിരിച്ചെടുക്കുമ്പോ നടക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? ഷാനവാസ് ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഷാഫി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഷാഫി അല്ല, പറഞ്ഞു. എനിക്ക് തിരിച്ചും പറഞ്ഞു തരണോട്ടോ, എന്താണ് ക്രൈസ്തവരിൽ ഒരു ചോദ്യം സ്ത്രീനെ കേക്ക് ഒന്നുകൂടെ വിവാഹമോചനം ചോദിക്കാമോ? ചെയ്താൽ തിരിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് താങ്കളും പറഞ്ഞു തരും. എനിക്കറിയാനുള്ള ആഗ്രഹമുണ്ട്. പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് രണ്ടിനും കൂടി കമ്പയർ ചെയ്യാം. എന്താണ് അതിന്റെ ഗുണവും ദോഷവും നമ്മൾ കമ്പയർ ചെയ്യാം. പറ്റോ ബോണ്ടിന്? അല്ല ബോണ്ടെ, ബോണ്ടെ, ആദ്യം നമ്മളിവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളിവിടെ ഒരു ടോപ്പിക് അതെ, ഞങ്ങളിവിടെ ഷാഫി ഞങ്ങളിവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ഷാഫിക്ക് സമയമുണ്ടെങ്കിൽ, ഷാഫിക്ക് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഷാഫിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, ഷാഫിക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ആ ടോപ്പിക്കിന്റെ അതേ തെളിവ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ കാര്യം അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങളുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും. അപ്പൊ തിരിച്ചപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനെപ്പറ്റി പറയൂ. ഇത് നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ഒരു തലാഖ് ചൊല്ലിയതിനു ശേഷം ആ കുട്ടിയെ തന്നെ തിരിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ ഒരാളെ ഏൽപ്പിക്കണം, വേറൊരു കാക്കയെ ഏൽപ്പിക്കണം. അയാൾ അത് കല്യാണം കഴിച്ചതിന് ശേഷം വന്ന് തിരിച്ച് ഇയാള് വീണ്ടും ഈ ആദ്യം കല്യാണം കഴിച്ച ആൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കണ്ട. നിന്റെ മതത്തിലെ കാര്യം എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. എനിക്ക് പഠിക്കാനുള്ള അവകാശം അപ്പൊ ഒരു പാലട്ട് അങ്ങോട്ടും വേണം, മനസ്സിലായോ? ഷാഫിയുടെ ഒരു കാര്യം കൂടെ ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഷാഫി, ഞങ്ങൾ ഇവിടെ സ്പീക്കർ പറഞ്ഞിരിക്കുന്നയാള് ഞങ്ങള് ഷാഫിയുടെ പേര് അഡ്രസ് ചെയ്താണ് വിളിക്കുന്നത്. എടാ പോടാ, അതൊക്കെ കാക്കാമാരുടെ പേരെന്താ? അതിവിടെ അല്ലല്ല, ആയിക്കോട്ടെ. ഞാനിവിടെ അത് അവിടെ എഴുതിയിരിക്കുന്ന വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കേ. എന്തായാലും ആയിക്കോട്ടെ, അവിടെ ഒരു പേര് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ടോ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആണോന്ന് ചോദിക്കണ്ട, അതാണോ, അങ്ങനെ ആണോ ഇല്ലയോ ആണോ ഇല്ല അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മറ്റേ സംസ്കാരം ഉണ്ടല്ലോ, അതിവിടെ കാണിക്കരുത്. മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കണം ഒരു നിർബന്ധം ഞങ്ങൾക്കില്ല, മനസ്സിലായില്ലേ? മാന്യമായിട്ട് സംസാരിക്കാൻ മാത്രം ഇരിക്കുക, അല്ലെങ്കിൽ ആ തനി സ്വഭാവം കാണിക്കരുത്. മാന്യതയുള്ള ആളുകൾ ഒരു കാര്യം സംബോധന ചെയ്യുമ്പോൾ അങ്ങോട്ടും സംസാരിക്കാനുള്ള ആർജവം കാണിക്കണം, തന്റെ ഇടം കാണിക്കണം, മനസ്സിലായോ? ഓക്കെ, കം ടു ദ പോയിന്റ്. പോന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, രണ്ടു കൂട്ടരും അങ്ങോട്ടും പറയണം. നിങ്ങളുടെ മതത്തിൽ എങ്ങനെയാണ് ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്തത്, എന്താണ് അത് പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞുതരാം. പറയാം. ഇപ്പൊ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? ഞാൻ ചോദ്യം ഷാനവാസിന്റെ അവസരമല്ല, ഷാഫിയുടെ അവസരം കഴിഞ്ഞിട്ട് ഷാനവാസിനോട് വരാം. ഷാഫി ഞാനും ഒന്നല്ലേ? ഷാഫി ഞാനും ഒന്നാണ്. അല്ലല്ല, ഉത്തരവ് ഒന്നാണ്. അല്ല, ഷാഫിയുടെ ഉത്തരം എനിക്കെതിരല്ല. ഷാഫിയുടെ ഉത്തരം എനിക്കെതിരല്ല. നമ്മൾ രണ്ടും പറയുന്ന ഒരേ ഉത്തരമായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം വരാം. ഷാനവാസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഷാഫി കേൾക്കുന്നുണ്ടോ? ഷാഫി പറഞ്ഞോ നീ. അത് ഞാൻ ചോദിച്ചത്, ഈ ഇസ്ലാമില് ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലിയിട്ട് ആ പുരുഷൻ ആ സ്ത്രീയെ വീണ്ടും പുനർനിക്കാഹ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിന്റെ കടമകൾ എന്തൊക്കെയാണ്? അതിന്റെ നിയമം എന്താണ്? ആചാരങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രമാണം വെച്ചത് പറയുകയാണെങ്കിൽ. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം അത്രയും മൂല്യമായിട്ട് കാണുന്ന ഒരു മതമാണ്. അതൊന്നും വേണ്ട, നിങ്ങൾ അതല്ല, അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഭവിഷ്യത്ത് ആദ്യം പറഞ്ഞിരട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കാര്യം പറയുമ്പോ ആമുഖമായിട്ട് സംസാരിക്കാൻ താല്പര്യം കാര്യങ്ങൾ അറിയണ്ടേ ബോണ്ടേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് വിവാഹമോചനം ഇത്രയും പവിത്രമാക്കിയെന്നുള്ള നീ ആദ്യം ഷാഫിക്ക് ഇത്ര പവിത്രമാക്കണമെങ്കിൽ ഒരു മോഡറേറ്റർ പറഞ്ഞ കേൾക്കാനുള്ള മര്യാദ ആദ്യം കാണിക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്തോന്നെ,
ഒന്ന് മ്യൂട്ട് ചെയ്തേ. പിന്നെ നീ സംസാരിച്ചോടുമ്പോ ഇടയ്ക്കറില്ലേ സംസാരിക്കുന്ന ആളെ ഞാൻ പറയുന്ന എന്റെ സമയത്ത് ആ സമയത്ത് എനിക്ക് എന്തും പറയാം. ഷാഫി ബോണ്ട് ചോദിച്ച ചോദ്യം താങ്കൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇസ്ലാം മതത്തിൽ ഇടയ്ക്ക് കയറരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് കയറരുത്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. ഇപ്പൊ ബോണ്ട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദിച്ചപ്പം ഷാഫി ഇവിടെ പറഞ്ഞു പവിത്രമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന്. ആ പവിത്രമായിട്ട് ഈ തലാക്ക് ചെയ്തതിന് ശേഷം നടക്കുന്ന പവിത്രമായ ചടങ്ങുകളൊക്കെ പറഞ്ഞു തരാനാണ് ഇവിടെ ബോണ്ട് ചോദിച്ചത്. അന്നേരം അതും ഇതും പറയാതെ ആ ചടങ്ങുകളുടെ ഓരോ ഈ ക്രമങ്ങൾ ഒന്നൊന്നായി അങ്ങോട്ട് പറയൂ. അതാണ് പറഞ്ഞത്, അല്ലാതെ അടിക്കാനല്ല പറഞ്ഞത്. അതായത് ഖുർആനിൽ പറഞ്ഞ അറസ്റ്റ് അടക്കം വരക്കും. അതായത് അങ്ങനെ വിവാഹമോചനം അത്രയും പവിത്രമായി, അതായത് എല്ലാ അവസാന ഘട്ടത്തിൽ അനിവാര്യമായി വരുന്ന സമയത്ത് മാത്രമേ വിവാഹമോചനം ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. എന്റെ സമയത്ത് എനിക്ക് സംസാരിക്കുന്ന സമയം തരണം, അല്ലെങ്കിൽ ഞാൻ അവോയ്ഡ് ഞാൻ പോകും. ഓക്കെ, ബ്രേക്ക്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്റെ ഇടയ്ക്കരുത്. എന്റെ സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ള അനുവാദം തന്നാൽ ഞാൻ സംസാരിക്കും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. റൂം ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. பொம்பளை வேற ஒருத்தவங்க கூட போய் படுத்துக்கிட்டு வந்து അടുത്തതാ ഇങ്ങ വരണം. ഇതൊക്കെ മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. അതൊക്കെ ഞാൻ പറഞ്ഞുതരാടാ, അത് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഗുരുപൊട്ടി ആദ്യം സംസാരിക്കാൻ സമ്മതിക്കുക, അതെല്ലാം ഉത്തരം പറയാനിരിക്കുന്നത്. വേറെ ആരും മൈക്ക് എടുക്കുന്നില്ല, ഒറ്റ ഒരാളല്ലേ ഉത്തരം പറയാൻ. ശരി, ഞാൻ മോഡ് ചെയ്യാം. വേറെ ആരും മൈക്ക് എടുക്കരുത്, ഞാൻ മോഡ് ചെയ്യാം. വേറെ ആരും മൈക്ക് എടുക്കരുത്, പ്ലീസ് ആരും മൈക്ക് എടുക്കരുത്. ഷാനവാസ അവിടെ നിൽക്കുക, ഒരു മിനിറ്റ് മേളിൽ കേട്ടാ. ഷാഫി നമുക്ക് നേരെ ഉത്തരത്തിലോട്ട് വന്നാൽ നമുക്ക് കഥയൊന്നും കേൾക്കണ്ട, പവിത്രതയൊക്കെ നമുക്ക് അറിയാം, അങ്ങോട്ടൊന്നും പോകണ്ട. സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് വലിയ ആമുഖമൊന്നും വേണ്ട. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി. എന്റെ പേരെന്താണ് ഒരാൾ ചോദിക്കും, ഞാൻ പറയും എന്റെ അച്ഛന്റെ പേര് അതായിരുന്നു, എന്റെ വല്യപ്പന്റെ പേര് അതായിരുന്നു, ഞാൻ ഇതായിരുന്നു അതായിരുന്നു പറയേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്തിനും ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെ നിങ്ങൾ മുസ്ലിങ്ങളോട് എപ്പം ചോദിച്ചാലും നിങ്ങൾ ഓക്കെ, എനിക്ക് മനസ്സിലായി, നിന്റെ ചോദ്യം മനസ്സിലായി. ഞാൻ സംസാരിക്കാം. അതായത് ഇസ്ലാമില് വിവാഹമോചനം നടന്നാല് അതൊരു കാരണത്താലേ ഒരു വിവാഹമോചനം നടക്കുള്ളൂ. അത് ഇസ്ലാമിൽ നിന്നല്ല, ഏതൊരു മതത്തിലും ഒരു പെണ്ണിനെ ഒരു പുരുഷൻ വിവാഹമോചനം ചെയ്യണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടാവണം. അതും തന്നെയാണ് ഇസ്ലാം പറയുന്നത്. മറ്റേ ഞാൻ പറയട്ടെ, നീ ഇടയ്ക്കേറില്ല, ഞാൻ സംസാരിക്കട്ടെ. ചോദ്യം ചോദിക്കണേ, ഞാൻ ഉത്തരത്തിലേക്കാണ് വരുന്നത്. പോണ്ടേ, താങ്കളും നടങ്ങി. അതാണ് പറഞ്ഞു വരുന്നത്. നീ അടങ്ങ്, നീ എന്നോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ, എന്റെ സമയല്ലേ, ഞാൻ സംസാരിക്കട്ടെ. അല്ലെങ്കിൽ നീ പുറത്താക്കന്നെ, അല്ല എന്തെങ്കിലും സംസാരിക്കും. അപ്പൊ ഞാൻ സംസാരിക്കട്ടെ, നീ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ, പോണ്ടേ, ഞാൻ സംസാരിക്കട്ടെ. തലാഖിന്റെ കാരണമല്ല ചോദിച്ചത്, അതിനുശേഷം നടക്കുന്ന പവിത്രമായ ചടങ്ങുകളാണ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അന്നേരം ഈ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ചോദിച്ചതിന് ഉത്തരം കഴിക്കാം, അത്രേ ഉള്ളൂ. മറ്റുള്ള ഇപ്പൊ ക്രൈസ്തവരിൽ എങ്ങനെയാണ് ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്താൽ ഞാനാണ് എല്ലാരെയും മ്യൂട്ട് ഒരാൾ സംസാരിക്കും. ഷാഫി സംസാരിക്കുക, വേറെ ആരും മൈക്ക് സംസാരിക്കും. സിമ്പിള് മൈക്ക് എടുക്കരുത്, പ്ലീസ്. എനിക്ക് റൂം ഒന്ന് ഹാൻഡിൽ ചെയ്യണം, എല്ലാരും ബഹളം വെക്കല്ലേ. വേറെ ആരും മൈക്ക് എടുക്കരുത്. ഷാഫി നമുക്ക് സമയമില്ല, വേറെ ഒത്തിരി ആൾക്കാർ പോകാനുള്ളതാണ്. ഷാഫി വളച്ചുകെട്ടില്ലാതെ കഥയില്ലാതെ നേരെ ഉത്തരത്തോടെ വാ, മൈക്ക് എടുത്തോ. അല്ല, തിരിച്ചെടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്താൽ ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിക്കും. അതാണ് നിയമവസ്തുത. ഞാനൊരു പെണ്ണിനെ, അല്ലെങ്കിൽ നീ ഒരു ബോണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു വിവാഹമോചനം ചെയ്താൽ ആ പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ അനുവദനീയം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് പോയി ഇവിടത്തെ ചോദ്യം അതൊന്നുമല്ല. ഇപ്പം ഇവിടെ ഒരാള് ഇപ്പം ഒരു ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരാള് ഒരു പെണ്ണിനെ ഈ നിക്കാഹ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഈ പുള്ളിക്ക് തലാക്ക് ചെയ്യണമെന്ന് തോന്നി. ഈ പുള്ളി തലാക്ക് ചെയ്തു. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോ ഈ പുള്ളിക്ക് ഈ കെട്ടിയ പെണ്ണിനെ തിരിച്ച് നിക്കാഹ് ചെയ്യണമെന്ന്
വീണ്ടും താല്പര്യം വന്നു ഈ സെയിം പെണ്ണിനെ. അങ്ങനെ ഈ സെയിം പെണ്ണിനെ നിക്കാഹ് ചെയ്യേണ്ട ഈ സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കേണ്ടത്? നിക്കാഹ് ചെയ്യുന്ന രണ്ടാമത് നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെ പരിപാടികളാണ് ഈ ഇടയ്ക്ക് നടക്കേണ്ടതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ആ പരിപാടികൾ ഇവിടെ പറയൂ, അതാണ് ഇവിടുത്തെ ചോദ്യം. താങ്കൾ നിർത്തൂ. അതായത് ഞങ്ങളെ ഇസ്ലാമിൽ 3 പ്രാവശ്യം ഒരു പെണ്ണിന് തലാക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞത്. അതായത് 3 ഇതാണ് വരുന്നത് മുത്തലാക്ക് എന്ന് പറയുന്നതിന്. അതായത് எனக்கு தமிழ்ல சாஃபி எனக்கு தமிழ் சாஃபி நான் தமிழ் ஆளு எனக்கு புரியுது, உனக்கே புரிய மாட்டேங்குது. எனக்கு புரியுது, உனக்கே புரிய மாட்டேங்குது. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ആളിടയ്ക്ക് എടുത്ത് சாஃபி அவர் கேக்குற கேள்வி என்னன்னு புரியுதா? அவருக்கு எனக்கு புரியுது, நீ அதுக்கு பதில் சொல்ல மாட்டேங்கிறியே. வேற ஏதோ அந்த கேள்வியை தமிழ்ல கேட்கவா? அந்த தமிழ்ல கேட்கவா? ஒரு இருக்குல்ல, ഒരാൾ മോഡറേറ്റ് പണിருக்கு, നീ അടങ്ങി இருக்காங்க. ഷാഫി, ഇവിടുത്തെ ചോദ്യം മനസ്സിലായല്ലോ. തലാഖിന്റെയും രണ്ടാമത് സെക്കൻഡ് നിക്കായുടെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടുത്തെ ചോദ്യം. പറയണം, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിങ്ങൾക്ക് അടിച്ചരാൻ ഞാൻ എന്റെ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ ശരിയല്ലോ. ഷാഫി അതൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത്. ഷാഫി എടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവല്ല ഇവിടെ പറയുന്നത്. ഷാഫി എടുത്ത് ചോദിച്ച ചോദ്യം ഈ മുത്തലാഖിന്റെയും രണ്ടാമതുള്ള നിക്കാഹിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടുത്തെ ചോദ്യം. ഷാഫി എന്താണ് പറയുന്നത്? ഷാഫി വേറെ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ലൻ, നീ അടങ്ങിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് എന്താണ് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. താങ്കൾ പറയുന്ന രീതി ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. നിങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ്, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ പറയണ്ട, പക്ഷെ അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ രീതി തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഷാഫിയുടെ രീതി പറയാം, പക്ഷെ ഈ 2 സംഭവങ്ങളുടെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ചോദിച്ചത്. അതായത് ഈ മുത്തലാഖിന്റെയും രണ്ടാമത്തുള്ള നിക്കാഹിന്റെയും ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ. അതിന് ക്ലാരിറ്റി ഇല്ലല്ലോ. 3 പ്രാവശ്യം ഇസ്ലാമിൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യേണ്ട അയാൾക്ക് ഒരുപാട് ഓപ്ഷൻ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഫൈനൽ ഓപ്ഷൻ അടക്കം കൊടുക്കുന്നത് അവനക്ക് ചിന്തിക്കാൻ, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതിനാണ് മുത്തലാഖ് എന്നുള്ള സംഭവം കൊടുത്തത്. ഒരു പ്രാവശ്യം ഒരു പെണ്ണിനെ ഒരാള് ഞാൻ വിവാഹമോചനം ചെയ്യുന്നു പറഞ്ഞാൽ ഇതാവില്ല. 3 പ്രാവശ്യം മുത്തലാഖ് എന്നുള്ള രീതി വരുന്നത് അതുകൊണ്ടാണ്. അത്രയും പുരുഷൻ എന്താണ് അത്രയും കെയർ ചെയ്തിട്ട് വേണം ഒരു സ്ത്രീയെ അവന്റെ. ഷാഫി വീണ്ടും ഷാഫി അതല്ല. ഷാഫിയോട് ചോദിച്ചത് ഈ വിവാഹമോചനത്തിന്റെ ഡീറ്റെയിൽസ് അല്ല, വിവാഹമോചനം ചെയ്തു. അതുവരെ ഷാഫിക്ക് മനസ്സിലായി, ഞങ്ങൾക്കും അത് മനസ്സിലായി. ഒരാള് ഇപ്പൊ ഷാഫിയുടെ ഭാര്യയെ വിവാഹമോചനം ചെയ്തു, ഓക്കെ, അതുവരെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ വിവാഹമോചനം ചെയ്ത ഈ ഭാര്യയെ ഷാഫിക്ക് വീണ്ടും സ്വന്തം ഭാര്യയായി, ഷാഫിയുടെ ഭാര്യയായി തിരിച്ചെടുക്കണമെങ്കിൽ അതിന് എന്തൊക്കെ പരിപാവനമായ ചടങ്ങുകളുണ്ട് എന്നാണ് ചോദ്യം. അല്ലാതെ ഈ ഓപ്ഷൻ അധികം ഉദിക്കാത്ത കാര്യമാണ്. അതായത് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ പറയാം. ഷാഫിയുടെ കൂടെ ഞാൻ പോവാം. അല്ല, ഷാഫിയുടെ കൂടെ പോവാം. അതായത് ഷാഫി ഇപ്പം പറയുന്നത്, ഷാഫിയുടെ കൂടെ ഞാൻ പോവാണ്. ഷാഫി ഇപ്പം പറയുന്നത് ഷാഫിയുടെ ഭാര്യയെ 3 വട്ടം തലാക്ക് എന്ന് പറഞ്ഞ് തലാക്ക് ചെയ്തു. അത് മാത്രമല്ല, ഷാഫി എന്ത് കാരണത്താലാണേലും ഷാഫിയുടെ ഭാര്യയെ വിവാഹമോചനം ചെയ്തു. അതുവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി, ഓക്കെ, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. പ്രത്യേക ഒരു കാരണം കൊണ്ട് ഷാഫിയുടെ ഭാര്യയെ വിവാഹമോചനം നടത്തി, ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഷാഫിക്ക് ഈ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ, ആദ്യത്തെ ഭാര്യയെ ഷാഫിക്ക് മനം മാറി രണ്ടാമത് വീണ്ടും വിവാഹം ചെയ്യാൻ ഇസ്ലാമിൽ അവസരമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് ചെയ്യേണ്ടത്? ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരു പുരുഷന് വിവാഹം കഴിക്കണം. എങ്ങനെ കേട്ടില്ല. അല്ല ഷാഫി, അതൊന്ന് ക്ലിയർ മനസ്സിലായില്ല. ഇപ്പൊ ഷാഫി ആദ്യ വിവാഹമോചനം നടത്തിയ സ്ത്രീയെ തന്നെ വീണ്ടും പുനർവിവാഹം ചെയ്യണമെങ്കിൽ വേറൊരു പുരുഷൻ ആ സ്ത്രീയെ നിക്കാഹ് ചെയ്യണം, വിവാഹം കഴിക്കണം. തീർച്ചയായിട്ടും അത്രയും പവിത്ര. അതിന് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിൽ പവിത്രത എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഷാഫി പറഞ്ഞു ഒന്ന് ക്ലിയർ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കേൾക്കാനുള്ള ധാർമ്മികത പോലും കാണിക്കുന്നില്ല നിങ്ങൾ. ഞാൻ ഷാഫിക്കും മൈക്ക് തരുക.
ഷാഫിക്ക് സമയം തരികയാണ്. ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഷാഫി ഇപ്പം പറഞ്ഞത്. ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഷാഫി ഇഷ്ടം പോലെ സംസാരിച്ചു. ഒറ്റ ക്ലാരിറ്റി അല്ല, 10 സെക്കൻഡ്. അതായത് ഷാഫി ഇപ്പം പറഞ്ഞത് ഷാഫിയുടെ ഭാര്യയെ വിവാഹമോചനം നടത്തിയതിനു ശേഷം ഷാഫിക്ക് ആ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു പുരുഷൻ വിവാഹം ചെയ്യണം, അത് പവിത്രമായ മാർഗമാണെന്നാണ് ഷാഫി ഇപ്പം പറഞ്ഞു വരുന്നത്. പവിത്രമായ മാർഗം എന്നല്ല, അതാണ് നിബന്ധന. ഒരാള് അത്രയും പവിത്രമായിട്ടാണ് ഇസ്ലാം കാണുന്നതെന്ന്. കുട്ടിക്കളിയല്ല. ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞുതരാം. യാസ് ബ്രദർ ഒന്ന് അടങ്ങി, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഓക്കെ, ഞാൻ സംസാരിക്കും. എനിക്ക് സമയം എന്തായി? നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ, ഞാൻ ഉത്തരം പറയാം. താങ്കൾ അടങ്ങിയിരിക്കും. അതായത് ഇസ്ലാം, അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം വിവാഹം മോചനം അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ പവിത്രമായി തന്നെയാണ് കാണുന്നത്. അത് അത്ര കുട്ടിക്കളിയല്ല എന്നതിന്റെ അർത്ഥം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ ബന്ധം പവിത്രമായിരിക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് കൊണ്ട് പെണ്ണിനെ ഒരാൾ വന്നിട്ട് എനിക്കിപ്പോ ദേഷ്യം വന്ന് ഞാൻ പറയണ എന്റെ പെണ്ണിനെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു പറയാം. അത്രയും നിസ്സാരമല്ല ഒരു വിവാഹ ബന്ധം എന്ന് പറയല് ഇസ്ലാമിന്റെ ഇതിൽ കാഴ്ചപ്പാടില്. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും കർശനമായ നിയമങ്ങൾ വിവാഹ മോചനത്തിന് ശേഷം വെച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ ആ പുരുഷൻ ആ സ്ത്രീയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം. അതെന്താണ് കൊണ്ടാണ് ഇസ്ലാം അത് പറയുന്നത്? അത്രയും പവിത്രമായിട്ട് ഈ ബന്ധത്തെ കാണുന്നത് കൊണ്ടാണ് ആ ഒരു നിയമം വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് ഒരു പെണ്ണിനെ പെട്ടെന്ന് ദേഷ്യത്താലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്താലോ ഒരു പെണ്ണിനെ നമുക്ക് പെട്ടെന്ന് വിവാഹം മോചനം നടത്താൻ പാടില്ല. അത്രയും കർശനമായി അതൊരു മഹാ അപരാധമായിട്ടാണ് ഇസ്ലാം കാണുന്നത് വിവാഹമോചനത്തെ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതുപോലുള്ള നിയമങ്ങൾ ഇസ്ലാമിലുള്ളത്. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് തോന്നുന്ന നേരത്ത് ഇപ്പൊ ഒരു പുരുഷൻ ഒരു പെണ്ണിയെ വിവാഹം മോചനം ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചെടുക്കുക, ആ ഒരു സിമ്പിളാരിറ്റി ഇസ്ലാമിൽ അപ്പൊ ഷാഫി, എനിക്ക് ഇത് നമ്മുടെ ഈ ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിലും ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. ഈ താങ്കൾ പറഞ്ഞു ഈ വിവാഹമോചനം ഭയങ്കര പാപമാണ്, പിന്നെ അത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹമോചനം ചെയ്യത്തുള്ളൂ, തലാഖ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു സംശയം, ഈ സൈനബെ സയ്യിദ് തലാഖ് ചൊല്ലാനുള്ള കാരണം ഒന്ന് പറഞ്ഞു ഷാഫി. അവരുടെ ജീവിതം പവിത്ര ഇതായിരുന്നില്ല, ഒരുമിച്ച് പോകുന്ന യോജിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിവാഹമോചനം ചെയ്തു. അങ്ങനെ ഇല്ലല്ലോ. அது யாரு சொன்னா? எங்க சொல்லி இருக்கு? അതായത് സയ്യിദ് ആഗ്രഹിച്ചിരുന്നു സൈനബിനെ വിവാഹമോചനം ചെയ്യാൻ. തെളിവ് അതായത് സയ്യിദിന്റെയും സൈനബയുടെയും വിവാഹ ജീവിതം നല്ലതല്ലായിരുന്നു തെളിവ് തന്നെ. അത് നോക്കേണ്ടി വരും, ഖുർആനിലോ ഹദീസിലോ ചെക്ക് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് എടുത്തു വരാം. അവരെ ജീവിതം തെളിവ് തന്നിട്ട് സംസാരിക്കും. അതല്ല അവരെ ജീവിതം മുന്നോട്ട് പോവാൻ ஒரு மினிറ്റ് ചോദിച്ചോ. முகம்மது சைனபோட வீட்டுல போகும்போது சைனப் நியூடா பார்த்ததுக்கு அப்புறம் அவங்களோட ரிலேஷன்ஷிப்ல பிரேக்கப் ஆகுது, அப்படிதானே? சைதுக்கும் சைனப்புக்கும் സീറത്തുൽ റസൂലുള്ളാഹി அப்படிதானே சொல்லியிருக்கு. സീറത്തുൽ റസൂലുള്ളാഹി ഇസ്ലാമിന് തെളിവല്ലടോ. ഹദീസും ഖുർആനും മാത്രമാണ് ഇസ്ലാമിന് തെളിവ്. സീറത്തുൽ റസൂലുള്ളാഹി കഥയാണ്, ഒരാളുടെ ഭാവനയിലുണ്ടായ കഥ. അതിൽ സത്യമുണ്ടാവും അസിദ്ധ്യമുണ്ടാവും. അതാദ്യം സിമ്പിൾ മനസ്സിലാക്കാം. ഇസ്ലാമിലെ എന്താണ് ഇസ്ലാമിലെ തെളിവ് നിങ്ങൾ പറയൂ. ഇസ്ലാമിൽ ഒരുപാട് ഹദീസുകൾ പറയേണ്ടി വരും. എന്റെ കയ്യിൽ എന്റെ പോക്കറ്റ് വെച്ച് നടക്കല്ലോ. ഞങ്ങൾ തരുന്ന തെളിവുകൾ തള്ളണം, അല്ല തെളിവുകളല്ല, കഥകൾ മാത്രമേ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ ബ്രദറെ. തെളിവ് ഹദീസ് പറയണമെങ്കിൽ ഹദീസ് പറയണം കേട്ടോ. പറയുന്നത് സൈനബ ഒരു ചീത്ത സ്ത്രീയായിരുന്നു, അതുകൊണ്ടാണ്
സയ്യിദ് സൈനവെ മുഹമ്മദ് സീതശ്രീയെ കെട്ടിയത് നിക്കായെന്നാണ് ഷാഫി പറഞ്ഞത്. അങ്ങനെയല്ല. അതായത് സൈനബും അങ്ങനെയല്ല ബോണ്ട്. സൈനബും ഇതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അല്ലല്ല, ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. പൊരുത്തക്കേടുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന വാണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതിന്റെ തെളിവ് വേണം. ശരി, അത് അവിടെ നിൽക്കട്ടെ. തെളിവ് ഉള്ളപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഒരു മിനിറ്റ്. அது நம்ம முன்னோட்டு போயிட்டு വിവാഹമോചനം ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്ക. അത് മുന്നോട്ട് പോകണമെങ്കിൽ താങ്കൾ തെളിവ് കൊണ്ടുവരിക. ഓക്കെ, ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. എന്താ പറയാ, മുത്തലാഖ് എന്താ മനസ്സിലായിരുന്നോ? സിംപിളി മൈക്കെടുക്കില്ല പ്ലീസ്. മുത്തലാഖ് നിരോധിച്ചായിരുന്നു ഇന്ത്യയില്. അതെന്താ സംഭവം എന്നറിയാമോ ഷാഫി? അതായത് എനിക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരേ പ്രാവശ്യം ഫോണിലോ അല്ലെന്നുണ്ടെങ്കിൽ ലെറ്ററിലോ എന്തെങ്കിലും രീതിയിൽ എന്റെ ഒരു ദേഷ്യത്തില് ഞാൻ എന്റെ വൈഫിനോട് 3 പ്രാവശ്യം നീ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞത്. ദേഷ്യം അടങ്ങിയതിന് ശേഷം അയ്യോ അബദ്ധം പറ്റിയല്ലോ എന്ന് പറ്റിയിട്ട് ആ വൈഫിനെ എനിക്ക് തിരിച്ചു കൂടെ താമസിപ്പിക്കണമെങ്കിൽ വേറൊരാളുടെ കൂടെ വിവാഹം കഴിപ്പിച്ചിട്ട് വന്ന് ഞാൻ വിവാഹം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും വിളിച്ചോണ്ട് അവൻ മുത്തലാഖ് പറഞ്ഞ ഞാൻ അവനെ വിവാഹം കഴിക്കണം. രണ്ടാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേൻ നുകരണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതാണ് മെയിൻ ചടങ്ങ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാമിലെ സ്ത്രീ വിവാഹമോചനം കുട്ടിക്കളിയല്ല, മനസ്സിലായോ? ഇഷ്ടമുള്ള നേരത്തെ പെണ്ണിനെ ഉപേക്ഷിക്കാന്നുള്ളത് അത് സിനിമ കണ്ടപ്പോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങളെ മതത്തിൽ നടക്കും. ഒരു പെണ്ണിന് ഇഷ്ടമുള്ളപ്പോ എടുക്കുക, ഇഷ്ടമുള്ളപ്പോ അങ്ങോട്ട് ക്രിസ്ത്യാനിറ്റിയിൽ എന്താണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ മതത്തിൽ എങ്ങനെയാണ് വെടിവെക്കാൻ വിടത്തില്ല. നിങ്ങൾക്ക് വെടിവെക്കാനുള്ള അവകാശം ഉണ്ട്. അതുകൊണ്ട് പെണ്ണിനെ വെടിവെക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിനെ എടുക്കുക, തോന്നിയെടുത്ത് അവളെ സ്ഥിരീകരിക്കുക. ഇതൊക്കെ ഞങ്ങൾ ഇസ്ലാമിലാണ് നടക്കത്തില്ല. ഇസ്ലാമില് ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ അത്രയും നിബന്ധനകളുണ്ട്. സ്ത്രീയെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിബന്ധനകൾ തെളിവ് വെച്ച് നിങ്ങൾ പറഞ്ഞതാ. എന്നാലും ഞങ്ങൾ അതിനുള്ള ഇതല്ല ഞാൻ പറഞ്ഞത്. ക്രൈസ്തവരിൽ അത് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും അതൊക്കെ ഇസ്ലാമിൽ പറ്റും. ഇസ്ലാമില്ല. ഒരു മിനിറ്റ് മൈക്ക് എടുക്കാൻ പ്ലീസ്. ഞാൻ സംസാരിക്കല്ല. ഷാഫിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ റൂം ഷാഫി പറയുന്ന കേക്ക് ഷാഫി, ഞങ്ങൾ ഈ റൂം ഇപ്പൊ തന്നെ ഈ റൂം ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഷാഫി ഇതിന്റെ വ്യക്തമായ തെളിവുകൾ നിങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഏതാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എടുത്തതാ. ഞങ്ങൾ ഈ ക്ലോസ് ചെയ്യാം. എന്തിനാ ബി പി എം ബ്രദർ എന്താ പറയുന്നത്? ഈ നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് ഷാഫി സമ്മതിച്ചു. ഷാഫി പറഞ്ഞു കേട്ടില്ലേ? ഇപ്പൊ ഷാഫിയുടെ പിന്നെ ആദ്യത്തെ ഭാര്യയെ തലാഖി ചെയ്തതിനു ശേഷം ആ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ ഷാഫി എന്താ ചെയ്യേണ്ടത്? ഈ ഭാര്യയെ വേറൊരാളുടെ കൂടെ തേൻ നുകരാനായിട്ട് ഒരു ദിവസം വിട്ടുകൊടുക്കണം, എന്നിട്ട് തിരിച്ചെടുക്കണം. അത് പവിത്രവും പരിപാവനവുമായ കാര്യമാണെന്നാണ് ഷാഫി പറയുന്നത്. അങ്ങനെ സംബന്ധിച്ച ഒരു ആളോട് പിന്നെ തെളിവ് എന്തിനാ ചോദിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. പവിത്രത എന്ന് പറഞ്ഞാല് ആ സിംപിൾ ബ്രദർ മൈക്ക് എടുക്കരുത്. ഇനി മൈക്ക് എടുക്കുകയാണെങ്കിൽ താഴോട്ട് ഞാൻ മൂവ് ചെയ്യും. കേട്ടല്ലോ? ഒരു സെക്കൻഡ് ഷാഫി ഒരു സെക്കൻഡ് പ്ലീസ്. താങ്കൾ പറഞ്ഞത് ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒരു സെക്കൻഡ് ഷാഫി ഞാനൊന്ന് ഒരു സെക്കൻഡ് സിംപിൾ ബ്രദറെ ഇടയ്ക്ക് കയറരുത് പ്ലീസ്. അതുകൊണ്ട് ഷാഫി ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. സിംപിൾ ബ്രദറെ പ്ലീസ്. ഞാൻ സിംപിൾ ബ്രദറെ മാനിച്ചുകൊണ്ട് തന്നെ പറയാണ്. സിംപിൾ ബ്രദർ കണ്ടിന്യൂസ് ഇപ്പം നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. സിംപിൾ ബ്രദർ വേണമെങ്കിൽ സംസാരിക്കാൻ 1 മിനിറ്റ് 2 മിനിറ്റ് തരാം.
അല്ല അത് ഇടയ്ക്ക് കയറിക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പ്ലീസ് മ്യൂട്ട് ചെയ്യേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഞങ്ങൾ ഇപ്പൊ BPM ബ്രദറാണ് ഞാനിത് പറയുന്നത്. BPM ബ്രദറെ ഇതിന്റെ തെളിവ് ചോദിക്കേണ്ട, ഷാഫി അത് എഗ്രി ചെയ്ത കാര്യമാണ്, അങ്ങനെ ഉണ്ട്. ഇപ്പോൾ നമുക്കിത് കേൾക്കുമ്പോഴത്തേന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഏതാ നമ്മള് എന്റെ പൊന്നു ഷാഫി, ഞാനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ ഷാഫി. എന്റെ പേര് ആർഗ്യുമെന്റ് വെക്കുമ്പോൾ അത് ഞാനും കൂടി അറിയണ്ടേ? ഷാഫി ഞാനാണ് താഴ്ത്തി വിട്ടത്. അത് ഷാഫി ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫിക്ക് അതൊരു മോശത്തരമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ഏതാ ഷാഫി പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതായത് ആദ്യത്തെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് തലാക്ക് ചെയ്തിട്ട് ആ ഭാര്യയെ രണ്ടാമത് എടുക്കണമെങ്കിൽ മറ്റൊരുവന്റെ കൂടെ ഒരു ദിവസം പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ആ ഭാര്യയെ അയാള് തലാക്കി ചെയ്തതിന് ശേഷം ഷാഫിക്ക് എടുക്കാം. ഞാനിത് മുകളിൽ ഒരു ബോണ്ട് ഒരു വീഡിയോ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് ഇപ്പൊ അയാൾക്ക് ഇപ്പൊ തലാക്ക് ചെയ്യണമെന്ന് സൗകര്യം തോന്നിയില്ലെങ്കിലോ, സൗകര്യം ഇല്ലെങ്കിലോ? ഇല്ല ഇല്ല അലൻ ബ്രദർ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. BPM ബ്രദറെ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് പ്ലീസ്. നമ്മളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, താഴെ ഇരുന്ന് കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര അരോചകമാണ്. നമ്മൾ അങ്ങനെ പോകരുത്, ഒരു ഡിസിപ്ലിൻ ആയിട്ട് പോകും പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ അലൻ ബ്രദർ ചോദിച്ച ക്വസ്റ്റ്യനിലോട്ടാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അതായത് ഇപ്പൊ ഷാഫി സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത് പവിത്രവും പരിപാലനമായിട്ട് കാര്യമാണ്. അല്ല, ഈ പറയുന്ന ഒരു ദിവസത്തെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാള് തിരിച്ച് ഷാഫി ചെല്ലുമ്പോഴത്തേന് പറയുക താങ്കളുടെ ഭാര്യ എനിക്ക് തിരിച്ച് തലാക്ക് ചെയ്തു തരാൻ സൗകര്യമില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി ബ്ലിങ്ക്, ഷാഫി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ഷാഫി ബ്ലിങ്ക് ആയി. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതേ മോളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ എന്തോ ഒരു അബദ്ധ ഒരു വിചാരത്തില് അവന്റെ ഭാര്യയെ തലാക്ക് ചെയ്യുന്നു. അവന് മനസ്സിലായി, അവൻ കുറ്റബോധം ഉണ്ടായി, അവന്റെ ഭാര്യ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷം വീണ്ടും ചെന്നപ്പോഴത്തേന് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പരിത്രവും പരിപാലനമായ രീതി അനുസരിച്ച് ഒരു മൂത്ത ഒരു എന്താ പറയുന്നത് ഒരു 80 വയസ്സുള്ള ഒരു പടുകളവനെ കൊണ്ട് കെട്ടിക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, നിക്കാഹ് കഴിപ്പിക്കുന്നു. അതിനുശേഷം തിരിച്ചു ഈ പയ്യൻ ചോദിച്ചപ്പോൾ തിരിച്ചയാൾ കൊടുക്കാൻ തയ്യാറല്ല. അവരെല്ലാവരും കൂടെ കൂട്ടി, ആ നാട്ടുകൂട്ടം പോലുള്ളവർ കൂട്ടിയിട്ട് അയാൾ പറഞ്ഞു ആസ് പെർ ഖുറാൻ നിനക്ക് ഇനി അവകാശപ്പെട്ടല്ല, ഇയാൾ പറഞ്ഞാൽ സമ്മതിക്കുമ്പോൾ അയാളുടെ കൂടെ പറഞ്ഞു വിട്ടു. അപ്പൊ ഷാഫി സിംപ്ലിഫൈ ചെയ്ത പോലെ അത്രയും പരിപാലനമായ ഒരു സംഭവം അല്ലത്, ഇത് വളരെ മ്ലേച്ഛമാണ്. ഇങ്ങനൊരു വിവാഹമോചനമോ ഈ തിരിച്ചെടുക്കോ ഒന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല. അങ്ങനെ എന്തെങ്കിലും ഷാഫിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിവ് സഹിതം പറ, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ അലൻ ബ്രദറെ ബ്ലിങ്ക് ചെയ്ത് തരുന്നത്, എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ അലൻ ബ്രദർ ആഡ് ചെയ്യുക. ഓക്കെ. ഇല്ല, ഞാൻ ബ്ലിങ്ക് ചെയ്തില്ല. ഞാൻ ചോദിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. ഇപ്പം രണ്ടാമത് കൊണ്ട് നിക്കാഹ് ചെയ്ത ആൾക്ക് ഇപ്പൊ സൗകര്യമില്ല, ആ പുള്ളി പറയാ എനിക്കിപ്പോ സൗകര്യമില്ല നിനക്ക് തിരിച്ചു തരാണെങ്കിൽ. അന്നേരം ഇവന്റെ ആദ്യത്തെ ഭർത്താവ് ബ്ലിങ്കായി പോവല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കമന്റ് ഷാനവാസ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേളിൽ വരിക. അതേപോലുള്ള കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി പരം ആയി പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ അത് വെക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേളിൽ വാ. ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. അതായത് ഷാഫി ഓടാൻ വേണ്ടിയാണ് ഈ ബഹളം വെക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഓടാൻ തുടങ്ങുമ്പോൾ ബഹളം വെക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആ ചോദിച്ചതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഓടാൻ പോകുന്നത്. അതാണ് ഈ സമയങ്ങളിൽ ഇത്രയും കണ്ടത്. പല പ്രാവശ്യം ഞാൻ താഴെ ഇറക്കണമെന്ന് നോക്കിയതാ, പിന്നെയും വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ മൗനമായിരുന്നത്.